ഇതിന്റെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കാൻ. എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ആക്ച്വലി നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഒരാഴ്ച ആവാറായിട്ടാണ്. അപ്പോൾ ട്രിപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് കുറച്ച് പപ്പീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കസിൻ ബ്രദർ, ഇളയപ്പൻ്റെ മോൻ എന്ന് പറയും. അപ്പോൾ ആള് പറഞ്ഞു ആരെങ്കിലും പറയുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, അമ്മ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നിട്ടാ. അനിയൻ 24 മണിക്കൂറും TV കണ്ടിരിക്കുകയാണ്, നെറ്റ്ഫ്ലിക്സിൽ എന്തോ സോംബിയുടെ ഏതോ പടം കണ്ടിരിക്കുകയാണ്, വേറൊരു പണിയുമില്ല അവനെന്ന് പറഞ്ഞു കേട്ടോ. പെട്ടെന്ന് എടുത്തിട്ടുള്ളൊരു തീരുമാനമായിരുന്നു. ഇന്ന് നമ്മളൊരു പപ്പീനെ വാങ്ങാൻ പോവാണ്. എനിക്ക് തോന്നുന്നത് കുറേ കൊല്ലങ്ങൾക്ക് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 വർഷത്തിന് മുന്നേ എന്തായാലും 10 വർഷം എന്തായാലും ആയിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്തൊരു തറവാടുണ്ട്, മേരിസ് മാമാന്ന് ഞങ്ങൾ പറയും കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളത്, അയ്യോ മഴ പെയ്യുണ്ടല്ലോ, മേരിസ് മാമാന്ന് പറയും. അപ്പോൾ അവരുടെ വീട്ടിലൊരു വൈറ്റ് പോമറേനിയൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ദൈവം അവിടെ പട്ടി കഴിക്കണം, ഇവിടെ ബെല്ലടിക്കണം. അപ്പോൾ ആ സമയത്ത് 10 കൊല്ലം മുന്നേ എനിക്ക് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, അനിയനൊക്കെ ജനിക്കണേക്കാട്ടും മുന്നേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് 2000 അനിയനൊക്കെ ഉള്ള സമയത്ത് അന്നോട്ട് എനിക്കൊരു ഇതുള്ളതാണ്. പക്ഷേ ട്രിപ്പ് കഴിഞ്ഞ് പെട്ടെന്ന് എല്ലാം കൂടി ഏത് മനസ്സിലായില്ലേ, നടക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചതല്ല. പക്ഷേ എന്തോ ഭാഗ്യത്തിന് എല്ലാം റെഡിയായി വന്നു. നമ്മളിന്നൊരു പപ്പീനെ വാങ്ങാൻ പോട്ടെ. അപ്പോൾ ഏകദേശം ഒരു 10 കൊല്ലത്തിന് മേലുള്ളൊരു ആഗ്രഹമാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ പുതിയ വീട് വെച്ചിട്ട് നമ്മുടെ ഗേറ്റിൻ്റെ സൈഡിൽ ഒരു കൂടൊക്കെ പണിത് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആൾക്കാർ ദൈവം തള്ളി മറയ്ക്കാനുള്ള ജോയിൽ വ്ളോഗിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊന്നും തള്ളി മറയ്ക്കാറില്ല ഗൈസ്, ഞാനത് ചെയ്ത് കാട്ടിത്തരും. സോ ഇന്ന് നമ്മൾ ഒരു പപ്പീനെ വാങ്ങാൻ പോകണ്ട, സൂപ്പർ എക്സൈറ്റഡ്. അത് വീട്ടിലറിയില്ല, ഇന്നലെ വീട്ടിൽ ഫുള്ള് ഹണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വാങ്ങാൻ പോണതെന്ന്. അപ്പോൾ എല്ലാവരും പറയണ്ടായിരുന്നത് അലക്സയാവും. 10-20,000 പൊട്ടതല്ലേ അലക്സ വീട്ടിലേക്ക്, അല്ലെങ്കിൽ അമ്മയ്ക്കൊരു ഗോൾഡ് കോയിൻ, അങ്ങനെ കുറേ പറയണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് ഹണ്ടായിരുന്നു. സോ നമ്മൾ ബൈക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇത് കാട്ടി തരാം കേട്ടോ. സൊമാറ്റോയുടെ ബാഗിലാണ് നൈറ്റ് ഇട്ടവരൊക്കെ ഓടിക്കും. സൊമാറ്റോയുടെ ബാഗിലാണ് കേട്ടോ നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ പോണത്. ഇതിൽ വേറൊരു സാധനം വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് ഫുഡ് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോണ ഒരു സംഭവം ആയതുകൊണ്ട് ഇതിൽ വേറൊരു സാധനം വെച്ചിട്ടുണ്ട്. റോണി ചേട്ടാ എന്തൊക്കെയുണ്ട്? ഇന്ന് നമ്മൾ അമ്മയ്ക്കൊരു സർപ്രൈസ് കൊണ്ട് കൊടുക്കാൻ പോവാണ്. എന്തൊക്കെയുണ്ട്? സുഖമായിട്ട് പോണോ? പിള്ളേർ സെറ്റുകൾ എല്ലാവരും ഉണ്ടല്ലോ. ഇന്ന് മറ്റേ കല്യാണത്തിന് വേണ്ടി വന്നതാണോ എല്ലാവരും കല്യാണത്തിനാണോ? റോണി ചേട്ടാ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരും, എങ്ങനെയാണ് സംഭവങ്ങൾ കാര്യങ്ങൾ? കാരണം എനിക്ക് ഇതിൻ്റെ ഒരു ഐഡിയ ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഫുഡ് എന്ത് കൊടുക്കണം, എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം. കാരണം ഞാനിങ്ങനെ ഓരോ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോണ കാരണം എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് പറഞ്ഞുതരും, എങ്ങനെയാണ് സംഭവങ്ങൾ? ഇതാണ് ഇതിൻ്റെ മദർ വരുന്നത്. ഓക്കെ. മദർ ഇത് ഫാദർ വരുന്നത് സൊഫൈൻ കനാൽ എന്ന് പറയും. ഞാൻ കണ്ടിട്ടുണ്ട് മറ്റേ ഈ ബുൾജെറ്റിന്റെ ഇതിലൊക്കെ വന്നിട്ടുള്ള, മനസ്സിലായി. അവിടത്തെയാണ് ഫാദർ ഉണ്ട്. അമേരിക്കൻ ചാമ്പ്യൻ വിൻകിസ്റ്റൺ മാഗ്നസ് ഫോഴ്സ് എന്ന് പറഞ്ഞാണ് അതിന്റെ ഫാദറിന്റെ പപ്പിയാണ് മേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് പപ്പീസ് വരുന്നത്. ഇതൊക്കെ പപ്പീസ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതില് ഒരു പപ്പീനെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. എല്ലാരും ഭയങ്കര ഉന്മാദത്തോടു കൂടി നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. 2 മെയില് 2 ഫീമെയിലാണ് ഉള്ളത്. അപ്പൊ ഒരെണ്ണം കൊണ്ടുപോകുന്നോണ്ട് പോയിട്ടില്ല. അത് ആള് പപ്പി സെലക്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഓക്കെ. നമ്മുടെ ഏതാ വരാ? മെയില് ഫുൾ പ്രിന്റുള്ള ഈ മെയിൽ കുഞ്ഞ വരാ. ആ മെയിലാണ് വരാട്ടോ. അതെ, ആ ഫുള്ള് പ്രിന്റ് ഉള്ളത്. അത് അതിന് വേറെ എന്തൊക്കെയുണ്ടോ പ്രിന്റ് ഉള്ളത്? അങ്ങനെ എന്തെങ്കിലുമൊക്കെ റിങ്കിളില്ലേ? ഏതാ റിങ്കിൾ വരാ? കഴുത്തിലാ വെള്ളം വരാം. ഫുള്ളായിട്ട് വരും. ഇതിന് ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഫുള്ള് സർട്ടിഫിക്കറ്റ് ഒക്കെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള സംഭവമാണ്. രജിസ്റ്റേർഡ് ആണ്. പിന്നെ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട പപ്പിനെ വാങ്ങുമ്പോ ഒക്കെ തന്നെയുള്ളതല്ലേ? ഫുഡ് കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇപ്പൊ ഞാൻ റോയൽ കാന്റെ ഫുഡാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. പപ്പീസിന്റെ ഇതിലല്ലേ സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത്. സ്റ്റാർട്ടർ നമ്മളെ ഇതിനെ പറഞ്ഞതിനെ പുറത്തേക്ക് എടുക്കും. എന്റെ പോലെ അവിടെ വേറെ ഷൂട്ടിങ്ങാ. ആ വ്ളോഗ് എനിക്ക് ഷെയർ ചെയ്ത് തരും. ഇതാണ് മെയില്. ഹലോ ദൈവമേ, ആദ്യമായിട്ടൊരു പപ്പീനെ നോട്ടെ. ഇതൊന്ന് പിടിക്കോ? അത് കുറച്ച് നേരം അവിടെ നിർത്തി. ഇതൊന്ന് പിടിക്കുന്നു. ഇല്ല, അത് ക്യാമറ ഓഫ് ആവണെന്താ. ഗൈസ് നിങ്ങൾക്ക് പേടിയുണ്ടോ? ആർക്കും പേടിയില്ല? എല്ലാരും പ്രൊഫഷണൽസ് ആണ് കേട്ടോ.
ഇതാണ് സംഭവം കേട്ടോ, പപ്പി വരുന്നത്. നമ്മൾ എടുക്കാൻ പോണ പപ്പി. ഇത് ഇനിയിപ്പോ വേറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാലത്തെ ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? വെയിറ്റ് ഉണ്ട്. സോ ഈ ഒരു പപ്പീനാണ് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോണത്. അമ്മയ്ക്കും ഡാഡിയുടെ കാര്യം അറിയില്ല കേട്ടോ. ഡാഡി ഒരു പൂച്ചനെ കൊണ്ട് കളഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ പിറ്റേ ദിവസം കാലത്ത് എനിക്ക് കൊണ്ട് കളയാന്ന് എനിക്കറിയില്ല. ഡാഡിയോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇന്നലെ സൂചിപ്പിച്ചിട്ടുണ്ട് ഞാനൊരു സാധനം വാങ്ങണ്ടെന്ന്. കാരണം ഇവരുടെ എല്ലാവരോടും ചോദിച്ചിട്ടാണ് ഞാൻ സാധാരണ വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങാറ് കേട്ടോ. ഈ വട്ടം ഡാഡിയോട് ചോദിച്ചിട്ടില്ല. അമ്മയ്ക്കും അനിയനും അറിയാം ഒരു സർപ്രൈസ് എന്തോ വരുന്നുണ്ടെന്ന് കേട്ടോ. എനിക്കറിയില്ല ഗൈസ്, ബാക്കി വീട്ടിൽ പോയിട്ടാവാട്ടാ. സോ പപ്പി റെഡി ഗൈസ്. എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. ഞാൻ വീട് എത്താറായിട്ടുണ്ട്. ഒന്നാമത് അമ്മയ്ക്ക് പട്ടീനെ ഭയങ്കര പേടിയാട്ടോ. അതൊരു ക്ലിപ്പ് ഞാൻ കാട്ടിത്തരാം. നീ എൻ്റെ അടുത്തേക്ക് വരണ്ട, വീട്ടിലേക്ക് വരണ്ട. വലിയൊരു കണ്ടന്റ് ആയിരിക്കും കേട്ടോ ഈ സാധനം വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ. അമ്മ ഇത് ഒത്തൂല. അതുകൊണ്ട് സിംബ സിംബ എവിടെ അവിടെ പിടിക്കമ്മേ പട്ടിക്കുട്ടിയ. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പട്ടിയെ ഭയങ്കര പേടിയാ. അതിന്റെ കൂടെ പട്ടിയാന്ന് പറയുമ്പോ രക്ഷിക്കണേ സീനാണ്. നോക്കി നോക്കട്ടെ. ഇവിടെ വന്നേ. കാലത്ത് സൊമാറ്റോ പിടിക്കേ. ജോഹിമ ഒരുമിച്ച് നിക്ക്. തുറക്ക്. ഇതാണ് എന്റെ സർപ്രൈസ്. തുറന്നു നോക്ക്. പിടിക്കടാ. നോക്കില്ല കൂടുണ്ടത്. എന്റെ പൊന്നിതാരെ നോക്ക. അമ്മാമ ആട്ടുംകുട്ടിയാന്ന് വിചാരിച്ച് നോക്കിയാ മതി. അമ്മാമ പണ്ട് ആട്ടുംകുട്ടിയെ നോക്കിയിട്ടുള്ളതല്ലേ? അല്ലേ ആ വയ്യാണ്ടായില്ലേ? എനിക്ക് പറ്റില്ലാട്ടാ. ഞങ്ങള് പറഞ്ഞോളൂ. അമ്മയുടെ ഒരു ക്ലിപ്പ് ഉണ്ട് മറ്റേ ഫിജി ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട്. ഞാൻ നോക്കില്ലേ അമ്മ ഞങ്ങളെ നോക്കിയില്ലേ? ഞങ്ങളെ നോക്കി ഇത്ര വലുതാക്കിയില്ലേ? അതുപോലെ എന്തെങ്കിലും പട്ടിക്കുട്ടിയാ പൂച്ചക്കുട്ടിയാ അങ്ങനെ എന്തെങ്കിലും ആവോ എന്ന് ചോദിക്കണത് ഞാൻ നിന്നോട് വിചാരിച്ചു. ഇത് വഴിന്ന് കിട്ടിയതാണ്. പേര് ജോഹിൻ. ഇത് വലുതാവില്ല. നിന്റെ മക്കളെങ്ങനെ വെറുതെ സർക്കാസം വേറൊന്നും വിചാരിക്കുന്നുണ്ടോ? കണ്ട അമ്മാമയ്ക്ക് കണ്ട അവിടെയാണ് പോയിന്റ്. അമ്മാമ്മയുടെ സ്നേഹം കണ്ട. അമ്മാമയ്ക്ക് അറിയാം. കണ്ട അമ്മാമ നോക്കില്ല. നീ തന്നെ കുമ്പടണ്ട. അത് ചാടിക്കറിയോളും. അയ്യോ ഇതിനെ കൂടെ അകത്തില്ലാ. ആ അടുക്കളയിൽ വെക്കണ്ട. പിന്നെ എവിടെ നിനക്ക് നിന്റെ അഭിപ്രായം എന്താ? ഈ കുന്നത്തെ വീട്ടിലെല്ലാവരുടെ അവിടെയും പട്ടിയുണ്ട്. എനിക്ക് നമ്മുടെ അവിടെയും വേണം. നീ പിടിച്ചാ പെൺകുട്ടിയല്ല ആൺകുട്ടിയാ. അമ്മയുടെ തീകൊണ്ടോ? അമ്മയുടെ തീകൊണ്ടോ? ഓടിക്കോ. എടാ അത് എന്തെങ്കിലും തിന്നൂട്ടാ. സൂക്ഷിച്ചോളോ. പേടിക്കണ്ടാന്ന്. ഇതിന്റെ മുഖത്തേക്ക് നോക്ക്. ഇതിന്റെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്ക്. നോക്കി നോക്ക്. ഇതൊന്നും നിനക്ക് എന്തോ ഒരു ട്രോമ ഉണ്ട്. അപ്പൊ ട്രോമ ചെറുപ്പത്തിൽ എന്താ പട്ടി കടിക്കാന്ന്? എടാ ചെറിയ ഉണ്ണിയാടാ. അതന്നെ എനിക്കറിയാത്തേട്ടാ. അല്ല ഞാൻ ഇനിയിപ്പോ എന്തായാലും 2 മാസം ഞാൻ ഉണ്ടാവും കഴിച്ച്. പിന്നെ 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മണമൊന്നുമില്ല. എന്തൊരു വേണം? പട്ട്
ഇത് ഇവിടെ പറ്റില്ല സർപ്രൈസ് അല്ല ഒരു സർപ്രൈസ് ചമ്മി. എങ്കിൽ ഞാനൊരു സത്യം പറയട്ടെ, ഇതന്നെ സർപ്രൈസ്. ചെക്ക ഒരു സാധനം കൊണ്ടെന്തേ സർപ്രൈസ് ചോദിച്ചപ്പോ ഞാൻ എന്നിട്ട് ആന കുതിര സാധനങ്ങൾ അമ്മ രൂപക്കൂട് പറഞ്ഞായിരുന്നു അലക്സ. ഞാൻ വല്ല ഉപകാര കുടുംബത്ത് ഉപകാരമുള്ള വല്ല സാധനങ്ങളാന്ന് ചോദിച്ചു. നിനക്ക് ഇഷ്ടമല്ലെങ്കിലും ഡാഡി വരുമ്പോ അത് നല്ലതാ, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഡാഡിയുടെ ചീത്ത കേൾക്കൂട്ടാ. നീ എന്തിട്ട് കണ്ടിട്ട് അത് വാങ്ങിയേ? ഞാൻ എന്നോട് പറഞ്ഞിട്ടായിരുന്നു ഒരു വെറുതെ കൺസെപ്റ്റ് സാധനങ്ങൾ. കൺസിക്വൻസ് ഇല്ല ഈ സാധനം, കുഴപ്പമില്ല. എവിടെ വളർത്തത്? എല്ലാം ഓക്കെയാണ്. ആൾക്കാർ എനിക്കറിയാം. 2 ദിവസം നോക്കും, 3-ാം ദിവസം അവിടെ ഇട്ടിട്ട് അത് പ്രാക്ക് കിളി ഇഷ്ടം, അതിനൊക്കെ ആക്കിയാ നിങ്ങൾ കൊത്തിക്കൊണ്ടുപോയി. എന്നിട്ട് വെറുതെ കൂടും സാധനങ്ങളൊക്കെ റെഡിയാ. കൂട് സാധനങ്ങൾ ആരും നോക്കില്ല കേട്ടോ. ജോയില എടി നോക്കണ്ട, ഇതിവിടെ കിടന്ന് വളർന്നോളും. ഇതൊന്നും ഒതുക്കിട്ട് വരാട്ടാ. പുറത്തേക്ക് ഇവിടേക്ക്. ജോയലിന്റെ ചമ്മിമുഖം അമ്മയ്ക്ക് സർപ്രൈസ് കൊടുത്തിട്ട് ജോയലിന്റെ ചമ്മിമുഖം എടുക്കടാ. നിന്റെ ചമ്മിമുഖം എന്തൊരു ചമ്മിട്ടൊന്നുമില്ല. ഞാനൊരു സർപ്രൈസ്. നിന്റെ മുഖം കണ്ടാലും എനിക്കറിയാം ചമ്മി നാറി. കൊണ്ടുകൊടുക്കുന്നില്ല. വേണ്ട, നമുക്ക് വേണ്ടത് ഇത് നടക്കില്ല. എന്തുകൊണ്ട് നടക്കാത്തേന്ന് പറ. ഒന്ന് ഏറ്റവും ഫസ്റ്റ് എനിക്ക് ഇഷ്ടല്ല, അമ്മയ്ക്ക് ഇഷ്ടല്ല. ഓക്കെ, ഒന്നാമത്തെ കാര്യം. 2 ഞാൻ വീട്ടിലില്ല, ഡാഡി വീട്ടിലില്ല, നിങ്ങൾ വീട്ടിലുണ്ടാവില്ല. അമ്മാമ്മ ആണെങ്കിൽ നോക്കാൻ പറ്റില്ല അമ്മാമ്മക്ക്. അപ്പൊ ആ 2 കാര്യം കഴിഞ്ഞില്ലേ? ഇത് 2 കേസ് തന്നെ നോക്കാൻ പറ്റില്ല. ഇനി ഞാൻ പറയട്ടെ, അമ്മയുടെ ഇഷ്ടം അത് നിങ്ങൾ കമന്റ് ചെയ്യട്ടാ. എങ്ങനെയാണ് നോർമലി ഒരു പട്ടിക്കുട്ടീനെ വീട്ടിൽ വാങ്ങി കഴിഞ്ഞാൽ സാധാരണ ഒരു 99.9% കുറച്ച് കഴിയുമ്പോൾ അത് ഇടപഴകി അത് റെഡിയാവും. ഒന്നാമത്തെ കാര്യം, അമ്മയ്ക്ക് തൊട്ടപ്പുറത്ത് വീട്ടിൽ മേരീസ് മാമയുടെ കാര്യം ഓർമ്മയുണ്ടാ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വീടിൻ്റെ അപ്പുറത്ത് ആൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സംഭവമായിരുന്നു പട്ടിക്കുട്ടി. പിന്നെ ആളെ പിരിഞ്ഞപ്പോൾ അത് മരിച്ചപ്പോൾ ഭയങ്കര വിഷമമായത് ഓർമ്മയുണ്ടാ? അതുപോലെ പയ്യെ അത് ഇത് ചെയ്യും. അതൊന്നാമത്തെ കാര്യം. ഞാൻ പറയട്ടെ അമ്മ പറഞ്ഞ ഞാൻ കേട്ടില്ലേ, ഞാൻ പറയട്ടെ. രണ്ടാമത്തെ കാര്യം എന്നിട്ടായിരുന്നു പറഞ്ഞത്. രണ്ടാമത്തെ ആരും നോക്കാനില്ല. ഇനിയിപ്പോ 2 മാസത്തേക്ക് നമ്മുടെ ഒരു വലിയൊരു ട്രിപ്പ് വരുന്നുണ്ട്. അപ്പൊ 2 മാസത്തേക്ക് ഞാനിവിടെ എന്തായാലും ഉണ്ടാവും. കാലത്ത് പോവാ, അങ്ങനത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അത്ര തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ 2-3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം തന്നെ ഫുഡ് എടുത്തു തുടങ്ങും. അപ്പൊ 3 നേരം തന്നെ ഫുഡ് എടുത്ത് കൊടുക്കും. ഇതിന് 3 നേരം ഫുഡ് വലുതാവും തോറും കൊടുക്കണ്ടെന്നാണ് എന്റെ വിശ്വാസം. 2 നേരമൊക്കെ കൊടുത്താലും മതി. ഇത് കൊച്ചുകുട്ടിയാണ്, കൊച്ചുകുട്ടി. ഇടി ഒരു വയസ്സ് വരെ ഒരു പ്രശ്നമില്ല. നീക്ക് പറയണതേക്ക് 2 നേരം അങ്ങോട്ട് ഫുഡ് കൊടുത്താൽ മതി. അപ്പൊ ജോഹിൻ കാലത്ത് ഫുഡ് കൊടുക്കുക, വൈകുന്നേരം ഫുഡ് കൊടുക്കുക. മാതാവേ, അത് കഴിഞ്ഞില്ലേ, ഫുഡിന്റെ കാര്യം കഴിഞ്ഞില്ലേ? പിന്നെ കൂട് ഇന്ന് ഉച്ചയ്ക്ക് കൂട് വരും. ഇത് അപ്പൊ അതിനുള്ള കൂടും കാര്യങ്ങളൊക്കെ ഇന്ന് ഉച്ചയ്ക്ക് വരും. പിന്നെ എന്താ കരയില്ല മോനെ. പിന്നെ ഇത് അപ്പിടുന്ന മൂത്രമൊഴിക്കലും. ഇതിന് ഓട്ടോമാറ്റിക്കലി ഒരു ട്രൈ ഉണ്ട്. കൂടിന് ഓട്ടോമാറ്റിക്കലി താഴെ ഒരു ട്രൈ ഉണ്ട്. സമയം കിട്ടുമ്പോ ഒന്ന് എടുത്ത് കളഞ്ഞാ മതി. എനിക്ക് സമയമില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിധത്തിൽ ഇതിനോട് ഇതാവില്ല കേട്ടോ. ഒട്ടും എനിക്ക് താല്പര്യമില്ല. യോജിച്ചു വേണ്ട സാധനം. ഈ 2 സൈക്കിൾ ഇവിടുന്ന് മാറ്റും, താഴോട്ട് കൊണ്ടുവയ്ക്കും. ഇവിടെ ചെറിയൊരു സ്റ്റീലിന്റെ ഒരു കൂട് വരും. അതില് അപ്പിയും മൂത്രമൊക്കെ പോകാനുള്ള തന്നെ അത് ശരിയാവില്ല ജോയിലെ. എന്ത് ശരിയാവാണ്ട? ഒരു പ്രശ്നമില്ല. അത് നീ സർപ്രൈസ് തരുമ്പോ ശ്രദ്ധിച്ച് സർപ്രൈസ് തരുമോ? നീ ഇങ്ങനെ ചമ്മാൻ ഇടവരരുത്. ഇതിലെന്തൊരു ചമ്മാളെ സാധനം ഓക്കെയാണ്. എല്ലാം ഞാൻ റെഡി ആക്കിയിട്ടാണ് വാങ്ങിക്കൊണ്ടെന്ന്, അല്ലാണ്ട് വെറുതെ വാങ്ങിക്കൊണ്ടാ നല്ലത്. ഇത് ശരിയാവില്ല. എന്തുകൊണ്ട് ശരിയാവില്ല? വിചാരിക്കണ പോലെയല്ല അത്. കുറച്ച് കാര്യങ്ങൾ ആകെ വയർത്ത് കുളിച്ച് മതി നിർത്തി. മഴ നനഞ്ഞതാ. അപ്പൊ എന്തായാലും സർപ്രൈസ് എന്ന് പറയുമ്പോ കുടുംബക്കാർക്ക് ഇഷ്ടപ്പെട്ട സാധനം സർപ്രൈസ് തരല്ലാണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സാധനം. കുടുംബക്കാർക്ക് എനിക്ക് ഇഷ്ടം. ജോഹിന് ഇഷ്ടമാണോ?
സർപ്രൈസ് ഞങ്ങൾ തരുന്നത്. അല്ല, ഇത് ഞാൻ- അമ്മയുടെ ഒരു റിയാക്ഷൻ കിട്ടാൻ വേണ്ടിട്ടായിരുന്നു. ഇത് അതെ, ഇത് ഞാൻ നിനക്ക് സർപ്രൈസ് തരും. അങ്ങനെ പറയല്ലേ. ഇനി ഒരാളൂടി വരാനുണ്ട് കേട്ടോ. ഡാഡി കൂടി വരാനുണ്ട്. ഡാഡിയോടും ഡാഡി കാലത്ത് ജോലിക്ക് പോകുമ്പോ ഇതിനെയും കൊണ്ട് പോയിട്ട് എല്ലായിടത്തും കൊണ്ട് കളയുമെന്ന് എന്റെ പേര് കേട്ടാ. സോ ഇടുവാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനുള്ള സാധനങ്ങൾ വാങ്ങണ വീഡിയോ സെക്കൻഡ് പാർട്ടായിട്ട് വരും. ഇതിനൊരു പേര് പറഞ്ഞമ്മ. ഓയില് അത് ഞാൻ മുന്നടിച്ച സാധന. വേറെ പുതിയത് എന്തെങ്കിലും പറ. പേരൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് സമയം വേണം. അപ്പൊ പട്ടി എന്തായാലും കുറച്ച് സമയം ഉണ്ടാവും ഇവിടെ. അത് മതി. അപ്പൊ എന്തായാലും സ്റ്റേറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം താഴെ കമന്റ് ചെയ്യാട്ടോ. ഒരു റോളർ കോസ്റ്റർ ആയിരുന്നു ഈ ഒരു വീഡിയോ. ടെൻഷൻ അടിച്ച് കാരണം ഇങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ടാണ്. 10 മേരീസ് മാമയുടെ പട്ടിക്കുട്ടീനെ എന്താ വാങ്ങിയത്, പോമറേനിയൻ പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അതൊരു എന്തായാലും 10 കൊല്ലം മുന്നേ എന്തായാലും വാങ്ങിയുള്ളൂ. അപ്പൊ അന്ന് തൊട്ട് മനസ്സിൽ കിടക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ അനിയന് ഓണം വെക്കേഷൻ കാര്യങ്ങളൊക്കെ അല്ലേ വരുന്നുണ്ടല്ലോ. അപ്പൊ എന്തായാലും സ്റ്റേ ട്യൂൺ ഗൈസ്. കിടിലൻ വ്ളോഗുകളായിട്ട് കാണാം. അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, ഒന്നല്ലെങ്കിൽ അടി അല്ലെങ്കിൽ ഇടി.